ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ എക്കണോമിക്സ് ആണ്. എന്താണ് അർബൻ ഏരിയ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് അർബൻ ഏരിയ ഉണ്ട്, റൂറൽ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇത് സിറ്റീസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ അർബൻ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ഫാക്ടറീസ് ഉണ്ടാവാം, നല്ല മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ അത് റിലേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്ന ഒരു പേപ്പറാണ് അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഏറ്റവും എളുപ്പമുള്ളൊരു പേപ്പറാണ് അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കോണമീനെ രണ്ട് കാര്യങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് സിറ്റിയും രണ്ടാമത് കൺട്രി സൈഡുമാണ്. ഒരു അർബൻ എക്കണോമിക്സിൽ സിറ്റീസിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് നടക്കുന്നത്. അതുപോലെ റൂറൽ എക്കണോമിക്സിൽ എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്യുന്നത് കൺട്രി സൈഡ്, അതായത് റൂറൽ ഏരിയാസിനെ കുറിച്ചിട്ടാണ്. പീപ്പിൾ ഇൻ സിറ്റീസ്, അതായത് ഒരു അർബൻ എക്കോണമിയിലുള്ള അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലുള്ള പീപ്പിൾ എന്ന് പറയുന്നത് മോർ എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ നോളേജ് ഉണ്ടാവാം. ഇപ്പോൾ റൈറ്റ്സിനെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ബെറ്റർ നോളേജ് ഉണ്ടാവാം. അവരുടെ വർക്ക് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിരിക്കും. അതായത് ഓഫീസ് വർക്ക്സുകൾ, ഇൻഡസ്ട്രി സർവീസസ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആയിരിക്കും സിറ്റീനെ സംബന്ധിച്ച്. ഡെഫിനിഷൻ ഓഫ് അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദ സബ്ജക്റ്റ് അർബൻ എക്കണോമിക്സ്. അതിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് പല ആസ്പെക്റ്റ് ഓഫ് അർബൻ ഏരിയ റിലേറ്റ് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ ഒരു ലൊക്കേഷണൽ ചോയ്സസ്, ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ബിസിനസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അതെന്തുകൊണ്ടാണ് അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ പഠനമൊക്കെയാണ് അർബൻ എക്കണോമിക്സിൽ നടക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്തുകൊണ്ടാണ് പീപ്പിൾ ചൂസ് ടു ലീവ് ആൻഡ് വർക്ക് ഇൻ സർട്ടൻ പ്ലേസസ് വിത്ത് സിറ്റീസ് ആൻഡ് വൈ ബിസിനസ് ചൂസ് പെർട്ടിക്കുലർ ലൊക്കേഷൻ ഫോർ ദെയർ ഫാക്ടറീസ്. എന്തുകൊണ്ടാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാക്ടറീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ another part of economics, urban economics pays attention to where things happen, not just what happens. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രമല്ല എവിടെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കൂടി ഈ അർബൻ എക്കണോമിക്സ് ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ നഗരങ്ങൾ, അതായത് ഈ അർബൻ ഏരിയാസ് സാമ്പത്തികമായിട്ടും സ്ഥലപരമായിട്ടും, അതായത് അവിടുത്തെ ലാൻഡ് യൂസുമായിട്ടും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ കൂടി അർബൻ എക്കണോമിക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്കോണമിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീൽഡ് എന്നുള്ള രീതിയിലാണ് ഈ അർബൻ എക്കണോമിക്സ് ഉയർന്നു വരുന്നത്. അത് പരമ്പരാഗതമായിട്ട് ട്രഡീഷണലി അത് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് പരിഗണിക്കുന്നില്ല. റീജിയണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ, ഒരു അനുബന്ധ മേഖല എന്നുള്ള കാര്യം വരുമ്പോൾ നഗരങ്ങളും മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളും പോലുള്ള വലിയ മേഖലയാണ് അർബൻ എക്കണോമിക്സിൽ കുറച്ചുകൂടി നോക്കുന്നത്, അതായത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. നീഡ് ഫോർ അർബൻ എക്കണോമിക്സ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ എന്നുള്ള ഭാഗത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അർബൻ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഓരോ സിറ്റീസിൻ്റെയും എക്കണോമിക് ആസ്പെക്ട്സ്, അതായത് എങ്ങനെ അത് ഗ്രോ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അത് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അർബൻ എക്കണോമിക്സ് നഗരങ്ങളുടെ സാമ്പത്തിക വശങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, ദാരിദ്ര്യം കുറയ്ക്കുക, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള വിവിധ നഗരത്തിലുണ്ടാവുന്ന ചലഞ്ചസിനെ അഭിമുഖീകരിക്കുന്നതിനുള്ള മെത്തേഡ്സും ടൂൾസും ഒക്കെ തന്നെയാണ് ഈ അർബൻ എക്കണോമിക്സ് നൽകുന്നത്. അതുപോലെ തന്നെ ഡെസ്പൈറ്റ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ, മെനി ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ഹാവ് നോട്ട് ഫുള്ളി എംപ്രൈസ്ഡ് അർബൻ എക്കണോമിക്സ് ടു ടാക്കിൾ ദെയർ അർബൻ പ്ലാനിങ് ഇഷ്യൂസ്. അതായത് ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള പലതരത്തിലുള്ള വികസ്വര രാജ്യങ്ങളും അവരുടെ നഗര ആസൂത്രണത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ അർബൻ ഇക്കണോമിക്സിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ട്രഡീഷണൽ എക്കണോമിക് തിയറീസ് ഓഫ് ഓൺ ഓവർലുക്ക് ദ സ്പേഷ്യൽ ഡയമെൻഷൻ ഓഫ് സിറ്റീസ് എന്ന് പറയാം. അതായത് പരമ്പരാഗത സാമ്പത്തിക സിദ്ധാന്തങ്ങൾ പലപ്പോഴും നഗരങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാനത്തെ അവഗണിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഇതിൽ മെയിനായിട്ട് പറയുന്നത് സ്പേസിങ് ഇൻ പ്ലാനിങ് ആണ്. അതായത് ഒരു സ്ഥലത്തിൻ്റെ ആസൂത്രണത്തിലും സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തിലൊക്കെ ഊന്നി പറയുകയും നഗരത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആസൂത്രണത്തിൽ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകൾ തമ്മിലുള്ള മത്സരം, അല്ലെങ്കിൽ മറ്റ് നൈബർഹുഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ്, മൈഗ്രേഷൻ അതായത് കുടിയേറ്റം, അല്ലെങ്കിൽ നഗരത്തിൻ്റെ വ്യാപനം തുടങ്ങി തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയ ഘടനയൊക്കെ ഉള്ളതാണ് ഈ നഗരങ്ങൾ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ നമ്മുടെ അർബൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അർബൻ എക്കണോമിക്സിൻ്റെ
പലതരത്തിലുള്ള തത്വങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിലൂടെയും ഈ നമ്മൾ പറയുന്ന അർബൻ എക്കണോമിസ്റ്റുകൾക്ക് നഗര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളൊക്കെ നേടാനും അവയൊക്കെ പരിഹരിക്കുന്നതിനും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള തന്ത്രങ്ങൾ പോളിസീസ് ഒക്കെ രൂപപ്പെടുത്താനൊക്കെ തന്നെ ഈ ഒരു അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കുമ്പോൾ സാധിക്കുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് അർബൻ എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ അർണോട്ട് MC മില്ലൻ 2006 പറയുന്നത് എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രം സ്കേഴ്സ് റിസോഴ്സസ് ഒക്കെ വിനിയോഗിക്കുന്നത്, ദുർബലമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ സിൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ within geographical spaces, urban economics focus on how resources are allocated across urban areas. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ എങ്ങനെയാണ് ഈ സ്കേഴ്സ് റിസോഴ്സസ് ഒക്കെ തന്നെ അലോക്കേറ്റ് ചെയ്യുന്നത്, ഈ വിഭവങ്ങളൊക്കെ തന്നെ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിലൊക്കെ തന്നെ അർബൻ എക്കണോമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുപോലെ അൺലൈക്ക് അതർ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ദാറ്റ് ഓവർലുക്ക് സ്പേഷ്യൽ aspects, urban economics pays attention to both firms' location decision and the overall development of cities as centers of economic activity. അതായത് സ്പെഷ്യൽ വശങ്ങളെ അല്ലെങ്കിൽ അവഗണിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മറ്റ് ശാഖകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ അർബൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്ഥാപനങ്ങളുടെ ലൊക്കേഷൻ തീരുമാനിക്കുന്നതിലും അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ഒക്കെ തന്നെ കേന്ദ്രങ്ങളായിട്ട് നഗരത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിലും ഒക്കെ തന്നെ അർബൻ എക്കണോമിക്സ് ശ്രദ്ധ ചെലുത്തുന്നു. അതുകൊണ്ടാണ് അർബൻ എക്കണോമിക്സ് ഇത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആർതർ ഒ സൊള്ളിവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അർബൻ എക്കണോമിക്സിനെ 6 കീ തീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ 6 കീ തീംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ഇൻ സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ ഫേംസിൻ്റെയും കുടുംബങ്ങളുടെയൊക്കെ തന്നെ ലൊക്കേഷൻ, അവർ ഏത് ലൊക്കേഷനിൽ കൊണ്ട് കുടുംബങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഈ നഗര വികസനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു തീം പറയുന്നത്. അതായത് മാർക്കറ്റ് ഫോഴ്സ് ഇൻ സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് തീം പറയുന്നത് ഈ സ്ഥാപനങ്ങളുടെയും കുടുംബങ്ങളുടെയൊക്കെ തന്നെ ലൊക്കേഷൻ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു സിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ഇൻഫ്ലുവൻസ് ആവുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ മാർക്കറ്റ് ബിഹേവ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ജിയോഗ്രഫി ഇമ്പാക്റ്റിംഗ് മാർക്കറ്റ് പെർഫോമൻസ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയുടെ പ്രകടനം, അതായത് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അത് സ്വാധീനിക്കുന്നത് ഭൂമിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തരത്തിലാണ്. അതായത് എവിടെ സിറ്റുവേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് വ്യത്യാസമായിരിക്കുന്നു. അതുപോലെ തന്നെ നഗരങ്ങളുടെ വലിപ്പത്തിലും അവിടുത്തെ സാമ്പത്തിക ഘടനയിലും ഒക്കെ തന്നെ ഈ ഒരു തീരുമാനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വ്യവസായങ്ങളുടെ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പല സമ്പദ് വ്യവസ്ഥകളുള്ള നഗരപ്രദേശങ്ങളുടെ ഒക്കെ തന്നെ രൂപീകരണത്തിലേക്ക് ഈ മാർക്കറ്റ് ഫോഴ്സ് ഇൻ സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു തീം നയിക്കുന്നു എന്ന് വേണം പറയാൻ. രണ്ടാമത്തേത് ലാൻഡ് യൂസ് ആണ് പറയുന്നത്. അതായത് നഗരങ്ങളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നുവെന്ന് ഈ നമ്മൾ പറഞ്ഞ പോലെ അർബൻ എക്കണോമിസ്റ്റുകൾ വിശകലനം ചെയ്യുന്നു. അവർ ഈ സ്ഥാപനങ്ങളുടെയും കുടുംബങ്ങളുടെയും ലൊക്കേഷനുകളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പുകൾ പോലുള്ള ഭൂവിനിയോഗ രീതികളെ സ്വാധീനിക്കുന്ന പഠന ഘടനകൾ, അതായത് സ്ഥലത്തുടനീളം ഭൂമിയുടെ വില എന്തുകൊണ്ടാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത്. അതായത് ഒരു ലാൻഡ് യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഒരു മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാവണം, നല്ല ഫേംസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഏരിയ ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ ലാൻഡിൻ്റെ ഇപ്പോൾ റൂറൽ ഏരിയനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കാളും ലാൻഡിന് വില കൂടുതലാണ് സിറ്റീസിൽ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഭൂവിനിയോഗം ഉദ്ദേശിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം തന്നെ ഈ സോണിംഗ് പോലുള്ള ഭൂവിനിയോഗ നിയന്ത്രണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ എംപ്ലോയ്മെൻറ്റ് സ്പ്രെഡ്സ് വിത്തിൻ സിറ്റീസ് എന്നാണ്. എംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ് സിറ്റീസിൽ സ്പ്രെഡ് ആവുന്നതെന്നും അതെങ്ങനെയാണ് ലാൻഡ് യൂസ് കൺട്രോൾസിലേക്ക് വരുന്നതും ഒരു സോണിങ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് അർബൻ എക്കോണമി ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കീ തീം എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് എക്കണോമിക് പോളിസിയാണ്. എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് സാമ്പത്തിക നയമാണ്. അതായത് സാമ്പത്തിക നയങ്ങൾ പലപ്പോഴും നഗരപ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഒരു നഗര നയം അല്ലെങ്കിൽ ഒരു അർബൻ പോളിസി
ഉണ്ടാക്കുന്നത് സാമ്പത്തിക നയവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതായത് എക്കണോമിക് പോളിസിയും ഈ അർബൻ പോളിസിയും തമ്മിൽ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയാം. അതായത് നഗര സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തികമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് നമ്മുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ ക്രൈം തുടങ്ങിയ നഗര പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്യുകയും എന്നിട്ട് അതൊക്കെ തന്നെ നിരാകരിക്കുകയും ചെയ്യുന്നു. അതായത് ദാരിദ്ര്യത്തിന്റെ കേന്ദ്രീകരണം സാമ്പത്തിക വെല്ലുവിളികളെ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നിത് അന്വേഷിക്കുന്നു. അതായത് പോവേർട്ടി ഉണ്ടാവുമ്പോൾ അവിടുത്തെ ഇക്കണോമിക് ചലഞ്ചസ് ഏത് രീതിയിൽ വരുന്നു എന്ന് കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ അർബൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അർബൻ എക്കണോമിക്സിനെ സംബന്ധിച്ച്. അതായത് ഭൂമി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ സ്വാധീനിച്ചിട്ടാണ് ഈ ഒരു അർബൻ എക്കണോമിക്സിൽ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ലാൻഡ് യൂസ് ഒക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് എത്തിച്ചേരാൻ എളുപ്പമുള്ള മേഖലകളെയാണ് ഗതാഗതം എപ്പോഴും ബാധിക്കുക. അതായത് ഇതൊക്കെ തന്നെ ഭൂവിനിയോഗ രീതികളെയും ബാധിക്കുന്നു, ലാൻഡ് യൂസിനെയും ബാധിക്കുന്നു. ഈ നഗര സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നഗര ഗതാഗതങ്ങളിൽ പ്രശ്നങ്ങൾ, അതായത് പ്രശ്നങ്ങളിലൊക്കെ തന്നെ ട്രാൻസിറ്റ് അധികാരികൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളും ലൈറ്റ് റെയിൽ പോലുള്ള പദ്ധതികളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടും. അതായത് വലിയ ഗതാഗതമായിട്ടുള്ള പദ്ധതികൾ എപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളും അനിശ്ചിതത്വമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൊണ്ടുവരുന്നു. ഒരു നഗര സാമ്പത്തിക വിദഗ്ധർക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ സിറ്റി സെൻറ്റേർഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവും, ഫാക്ടറീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി വരും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്ത് സാധനം ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലം എടുക്കുക, ഒരു സിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ കൊച്ചി എന്നൊരു സ്പേസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്, റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്, ബസ് സ്റ്റാൻഡുകളുണ്ട്, അതുപോലെ തന്നെ മെട്രോ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ അവിടെ ഉണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ലാൻഡ് യൂസ് എന്ന് പറയുന്നത്, അതായത് വളരെ ചെറിയൊരു സ്പേസിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരുന്നത്, അതുപോലെ അതൊരു അപ്രതീക്ഷിത ചെലവായിട്ട് മാറുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നീട് ഹൗസിംഗ് ആൻഡ് പബ്ലിക് പോളിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു യുണീക്ക് കമ്മോഡിറ്റിയാണ്. അതായത് അത് ഒരിക്കലും ഇമ്മൊബൈലാണ്, അത് ചലനരഹിതമാണെന്ന് പറയുന്നത്. അതായത് ആളുകൾ ഒരു വീട് തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഒരു ലൊക്കേഷൻ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൗസ് നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് വീടുകൾ എങ്ങനെയാണ് ലൊക്കേഷൻ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അവയുടെ ഭവന നയങ്ങൾ എന്നൊക്കെ പറയാം. അതായത് പലതരത്തിലുള്ള ഹൗസിംഗ് പോളിസീസ് ഒക്കെ തന്നെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്ന് കൂടി പറയാം. അതായത് നമ്മൾ ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് ആ ലൊക്കേഷനിൽ നമ്മൾ വീട് വെക്കുന്നു. പിന്നെ നമ്മൾ കാലാകാലങ്ങളോളം ആ വീട്ടിലായിരിക്കും. നമ്മളിപ്പോൾ ഒരു 5 വർഷത്തേക്ക് ഇവിടെ നിന്നിട്ട് ഇനി വേറെ വീട് വെക്കാം, ഇതിവിടെ വിറ്റ് പോകാം നമ്മളാരും ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ചലനരഹിതമായിട്ടുള്ള ഒന്നാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വീട് തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ തന്നെ അത് എന്താണ്, ഈ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയും അതൊരു പബ്ലിക് പോളിസിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അടുത്ത പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സസിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു തീം മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലെ ഒരു പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നതെന്നും അത് എങ്ങനെയാണ് നികുതി ചുമത്തുക എന്നൊക്കെ തന്നെയാണ് ഇതിൽ നോക്കുന്നത്. അതായത് നഗരപ്രദേശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലതരത്തിലുള്ള ലോക്കൽ ഗവൺമെൻറ്റ്സും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ നഗര സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് ടാക്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് ദ പ്രോസസ് ഓഫ് അർബനൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് അർബനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പെർമനൻ്റ് ആയിട്ട് ചെറിയൊരു പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ധാരാളം ആളുകൾ ചെറിയ പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കുകയും അവിടെ ഒരു നഗരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അർബൻ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഓരോ സ്ഥലത്തിന്, അതായത് പ്ലേസ് ടു പ്ലേസും ടൈം ടു ടൈമിൽ അത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ സ്ഥലത്തും കാലാകാലങ്ങളിൽ ഇത് വ്യത്യാസപ്പെടുന്നു എന്നാണ് പറയുന്നത്. 1900 തുടക്കത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ഇന്നും ലോക ജനസംഖ്യയുടെ പകുതിയോളം താമസിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ്. സോഷ്യോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ചിട്ട് നഗരവികസനം, അതായത് ഈ അർബൻ്റെ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ 3 ചരിത്രഘട്ടങ്ങൾ, ഹിസ്റ്റോറിക് സ്റ്റേജസ് ആണ് പറയുന്നത്. ഒന്ന് പ്രീ ഇൻഡസ്ട്രിയൽ സ്റ്റേജ്, അതായത് വ്യവസായത്തിന് മുൻപുള്ള സ്റ്റേജ്, പിന്നെ ഇൻഡസ്ട്രിയൽ സ്റ്റേജ്, അതായത് വ്യവസായിക സ്റ്റേജ്, പിന്നെ മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ മെഗലോപൊളിറ്റൻ സ്റ്റേജ്. ഈ ഒരു 3 സ്റ്റേജസിനെയാണ് കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഹ്യൂമൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും ആളുകൾ ഭക്ഷണവും മറ്റു ഉപജീവന മാർഗം നേടാൻ വേണ്ടിയിട്ട് അതായത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവരെപ്പോഴും മാറിക്കൊണ്ടേയിരുന്നു. പിന്നെ കാർഷിക ഉപകരണങ്ങൾ പോലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളൊക്കെ വന്ന ശേഷം അവരൊരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലേക്ക് മാറി. അതിനുശേഷം 5000 വർഷങ്ങൾക്ക് മുൻപ് ജലസേചനം പോലുള്ള പല ടെക്നോളജീസ് വരികയും ലോഹശാസ്ത്രം, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നതല്ലേ മെറ്റലർജി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരികയും അതൊക്കെ ഫുഡ് സർപ്ലസിലേക്ക്, അതായത് ഭക്ഷ്യമിച്ചത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഈ ഒരു സർപ്ലസ് ഫുഡ് എനാബിൾ ചെയ്യുന്നത് പീപ്പിളിന് എന്താണ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലേക്ക് പോവാനും അതൊരു ഡെവലപ്മെൻറ്റിലേക്കും കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് അതിലേക്കും ഒക്കെ തന്നെ ഒരു സിറ്റി സമ്പ്രദായത്തിലേക്ക് തന്നെ നയിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആണ്, അതായത് വ്യവസായത്തിന് മുൻപുള്ള നഗരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മിഡിൽ ഈസ്റ്റ്, ഈജിപ്ത്, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിൽ നദീതീരങ്ങളിലൊക്കെ തന്നെ വ്യവസായത്തിന് മുൻപുള്ള ഒരു ചെറിയ ടൈപ്പ് ഓഫ് നഗരങ്ങൾ ഉയർന്നു എന്നാണ് പറയുന്നത്. ഈ നഗരങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ആധുനിക നഗരങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറുതായിരുന്നു. കുറച്ച് പാർപ്പിടങ്ങളും 10,000-ലധികം ആളുകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ റോമിനെ പോലെ ചിലർക്ക് ലക്ഷക്കണക്കിന് നിവാസികൾ ഉണ്ടാകാമായിരുന്നു. അതുപോലെ ആധുനിക നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യവസായത്തിന് മുൻപുള്ള നഗരങ്ങൾക്ക് പാർപ്പിടവും വാണിജ്യ മേഖലകളും തമ്മിൽ വേർതിരിവ് കുറവാണ്. അതുപോലെ വ്യാപാരികൾ, ഈ കരകൗശല വിദഗ്ധർ, അങ്ങനെ പലപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഈ വ്യവസായത്തിന് മുൻപുള്ള നഗരങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരേ വ്യാപാരത്തിലുള്ള ആളുകൾ പ്രത്യേക മേഖലകളിൽ ക്ലസ്റ്ററിംഗ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് പറയാം. അതുപോലെ വർഗം, വംശം, അതായത് സോഷ്യൽ സെഗ്രഗേഷൻ ബേസ്ഡ് ആയിട്ട് ക്ലാസ്, എത്നിസിറ്റി, റിലീജിയൻ, ഇതൊക്കെ പറയുന്നത് ആ തരത്തിലുള്ള സാമൂഹിക വേർതിരിവ് അവിടെ സാധാരണമായിരുന്നു എന്നും ഇതൊക്കെ തന്നെ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സിനെ ലിമിറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. ഇതാണ് പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ സിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1700-നും 1900-നും ഇടയിൽ നഗരവിപ്ലവം എന്നറിയപ്പെടുന്ന, അതായത് നഗര ജനസംഖ്യയിൽ ഗണ്യമായിട്ടുള്ള ഒരു വർധനവുണ്ടായി. അതായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർബൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 1700-ൽ ബ്രിട്ടീഷുകാരിൽ 2% താഴെ മാത്രമാണ് നഗരങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ 1900 ആവുമ്പോഴേക്കും ഭൂരിപക്ഷം പേരും ഈ ഒരു നഗരങ്ങളിലാണ് ജീവിക്കാൻ തുടങ്ങിയത്. അതായത് ഇവിടെ സമാനമായിട്ടുള്ള നഗരവൽക്കരണ പാറ്റേണുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും വ്യാവസായിക വിപ്ലവം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലമാണ് അതായത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിലേക്ക് നയിച്ചതും, അതുപോലെ തൊഴിലാളികളുടെ ആവശ്യം കുറയുകയും, അതായത് കാർഷിക തൊഴിലാളികളുടെ ആവശ്യം കുറയുകയും തൊഴിലാളികളൊക്കെ തന്നെ നഗരങ്ങളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതായത് തൊഴിൽ എന്നുള്ളൊരു സംഭവമാണ്, എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കാര്യമാണ് അവരെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ കുടിയേറ്റം വ്യാവസായികമായിട്ടുള്ള നഗരങ്ങൾക്ക് കാരണമായി. ഈ വ്യാവസായിക നഗരങ്ങളൊക്കെ തന്നെ വ്യാവസായിക കാലത്തേക്കാൾ വലുതും ഇടതൂർന്നതും വൈവിധ്യപൂർണവുമായിരുന്നു. അതായത് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഡൈവേഴ്സ്, അതായത് അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൽ നിന്നും മാറി നിന്നിട്ട് ഒരുപാട് സ്കിൽസ് ഉള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ ഈ ഒരു വ്യാവസായിക നഗരങ്ങളിലേക്ക് വന്നു. പിന്നീട് ഇതൊക്കെ വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചു. നിരവധി ബിസിനസ്സുകൾ അവിടെ വന്നു. സ്ഥിരമായിട്ടുള്ള തൊഴിൽ തേടുന്ന കുടിയേറ്റക്കാരെ ആകർഷിക്കുന്ന ഫാക്ടറികൾ, അവസരങ്ങളൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ സിറ്റീസിൽ ഉണ്ടായിരുന്നു. ഇനി മെട്രോപോളിസ് അല്ലെങ്കിൽ മെഗലോപോളിസ് സിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 1900-ൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ ഈ വ്യാവസായിക നഗരങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി പുറത്തേക്ക് വികസിക്കുകയാണ്. അതായത് വലിയ നഗരങ്ങളെ ഉൾക്കൊള്ളുന്ന മഹാനഗരങ്ങളായിട്ട് ഇത് രൂപീകരിക്കപ്പെടുകയാണ്. അതായത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പാരൻറ്റ് സിറ്റി ഉണ്ടാവും. ആ പാരൻറ്റ് സിറ്റിയിൽ നിന്നാണ് ഇതെന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി അത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ പറയുന്ന സബേർബ്സ് എന്ന് പറയുന്ന കാര്യം, അതായത് ചില പ്രാന്ത പ്രദേശങ്ങൾ
മറ്റ് നഗരങ്ങളായിട്ട് മാറുകയും ഭൂമിശാസ്ത്രപരമായിട്ട് പ്രധാന നഗരവുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിട്ട് ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരം എന്നുള്ള രീതിയിൽ പല മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലും ദശലക്ഷം നിവാസികളാണ് ഉൾപ്പെടുന്നത്. അതായത് ഇപ്പോൾ അവിടെയൊക്കെ ഉയർന്ന അല്ലെങ്കിൽ ഇടത്തരം വിഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് മാറുകയും, അതായത് അവിടെ ഒരു നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടു ദ സബേർബ്സ് എന്നാണ് പറയുക. അതായത് പ്രാന്തപ്രദേശത്തിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രാന്തപ്രദേശങ്ങൾ നഗരങ്ങളിൽ ബുദ്ധിമുട്ടുന്ന പല കുടുംബങ്ങളുടെയും നഗരം വിടാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. അതായത് ഇതൊരു type of economic difficulties in cities led to many families to leave urban neighborhood for suburbs. The affordability of automobiles played a significant role in the migration. അതായത് പലതരത്തിലുള്ള അതായത് ഒരു പാരന്റ് സിറ്റി ഉണ്ടാവുന്നു, ആ പാരന്റ് സിറ്റി റിലേറ്റ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് വരുന്നു, അതൊരു മഹാനഗരമായിട്ട് മാറുന്നു. ഈ പാരന്റ് സിറ്റിയും മറ്റ് സിറ്റികളും തമ്മിൽ, അതായത് ചുറ്റും കിടക്കുന്ന ഈ സിറ്റികളൊക്കെ തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ടാവുന്നു. അത് പല രീതിയിലായിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് ആയിരിക്കാം, അല്ലെങ്കിൽ കൾച്ചർ, ജിയോഗ്രഫി എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഈ മെയിൻ സിറ്റിയുമായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടൈ മറ്റ് ഡിസ്റ്റിങ് സിറ്റീസിനൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് ഇതിൽ പറയുന്നത്. 1970കളിലെ സബേർബ്സ് ഒക്കെ തന്നെ കിടപ്പുമുറി കമ്മ്യൂണിറ്റികൾ, അതായത് ബെഡ്റൂം കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറുകയാണ്. അതായത് അവിടുത്തെ താമസക്കാരൊക്കെ തന്നെ ജോലിക്കായിട്ട് നഗരത്തിലേക്ക് പോവുകയും രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. നഗരങ്ങളെക്കാളും മികച്ച ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സബേർബ്സ് വാഗ്ദാനം ചെയ്തു. അതായത് നല്ല വീടുകൾ, സ്കൂളുകൾ, ക്രൈംസ് ഒക്കെ കുറവായിരിക്കും, പൊല്യൂഷൻ കുറവായിരിക്കും, ഇതൊക്കെ അതിൽ പെടും. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ, അതായത് ഇപ്പോൾ ഇങ്ങനൊരു കിടപ്പുമുറി കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറിയിരിക്കുന്ന മറ്റ് നഗരങ്ങളൊക്കെ തന്നെ പിന്നീട് കുറച്ചുകൂടി സാമ്പത്തിക കേന്ദ്രങ്ങളായിട്ട് പരിണമിക്കുകയും ഓഫീസുകൾ, ആശുപത്രികൾ, ഫാക്ടറികൾ, വിനോദ സൗകര്യങ്ങൾ, അതായത് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു വലിയ രീതിയിലൊരു മറ്റൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നു. എന്നിരുന്നാലും ഈ സബർബനിലെ ഒരുപാട് മലിനീകരണം അല്ലെങ്കിൽ തിരക്ക്, ക്രൈംസ് തുടങ്ങിയ നഗര പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടേക്കും വരുന്നുണ്ട്. ചില ആളുകളൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറി. മറ്റുള്ളവരൊക്കെ തന്നെ എന്താ പറയുക, നൈബർഹുഡ്സിലുള്ള നഗരങ്ങളിലേക്ക് നവീകരിച്ചുകൊണ്ട് അവിടേക്കൊക്കെ മാറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സബർബ്സ് ഒക്കെ തന്നെ തുടർച്ചയായിട്ടുള്ള വളർച്ചയും അല്ലെങ്കിൽ അവ ഒരു മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളുമായിട്ട് ലയിക്കുന്നതൊക്കെ തന്നെ ഇതിന് കാരണമായി. അപ്പോൾ മെഗലോപോളിസുകളുടെ സൃഷ്ടി എന്ന് പറയുന്നത് വലിയ നഗര സമുച്ചയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു പാരന്റ് സിറ്റി ഉണ്ടാവും, ചുറ്റും മറ്റ് സിറ്റികൾ ഉണ്ടാവും. ഒരു ബെഡ്റൂം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ചുറ്റുമുള്ള, അതായത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർക്കിൾ, 2 സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്ററിൽ ഒരു സർക്കിളും പിന്നെ ചുറ്റുവരണം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിലുള്ള ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മറ്റൊരു സർക്കിളിലേക്ക്, അതായത് ഇതിൻ്റെ പുറത്ത് ഔട്ടർ ലെയറിലേക്ക് മാറുകയും അവിടെ നല്ല രീതിയിലുള്ള അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ നല്ല വീടുകൾ, സ്കൂളുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും പൊല്യൂഷനൊക്കെ കുറവായിരിക്കും. അതായത് ഈ മേജർ ഇൻഡസ്ട്രി നമ്മുടെ ഈ കോറിനേക്കാളും ഭയങ്കരമായിട്ട് പൊല്യൂഷനൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ നമ്മുടെ സെൻറ്ററിൽ നടക്കുന്ന ഇതേ പ്രശ്നങ്ങൾ ഇങ്ങോട്ടേക്കും എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇനി അർബനൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് പല സ്റ്റേജുകളായിട്ടാണ് പറയുന്നത്. അതിലൊരു 4 സ്റ്റേജസ് ആണ് പറയുന്നത്: കോൺസെൻട്രേഷൻ, സെഗ്രിഗേഷൻ, ഇന്നോവേഷൻ ആൻഡ് സസഷൻ എന്ന് പറയുന്നത്. അതിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ നഗരവൽക്കരണത്തിൽ, അതായത് ഒരു ഇനീഷ്യൽ ഫേസ് ആണ് അർബനൈസേഷൻ്റെ. ഇതിൽ ഇവോൾവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ എന്ന് പറയുന്നത് സ്മോളർ ഏരിയയിൽ നിന്ന് ഈ ഒരു സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ മൂവ് ചെയ്ത് വരുന്ന ഒരെണ്ണമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. രണ്ടാമത്തേത് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു വേർതിരിക്കൽ എന്ന് പറയാം. അതായത് ഈ ഘട്ടത്തിൽ പ്രവർത്തനങ്ങളിലെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. അതായത് നഗരത്തിനുള്ളിൽ പലതരത്തിലുള്ള ഇപ്പം നമ്മൾ പറയുന്ന പോലെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റുകൾ, ട്രേഡ് സെൻറ്റേഴ്സ്, അതുപോലെ അതായത് വ്യാപാര കേന്ദ്രങ്ങൾ, പാർപ്പിട മേഖലകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിലേക്ക് ഇത് മാറുകയാണ്. അതായത് ഒരു സിറ്റി ഫോം ചെയ്തു, ആ സിറ്റി ഫോം ചെയ്തിട്ട് അവിടെ ഒരു സെഗ്രിഗേഷൻ നടക്കുകയാണ്. അതായത് കുറച്ച് സാമ്പത്തിക രീതിയിൽ പോട്ടെ, കുറച്ച് വ്യാപാര കേന്ദ്രങ്ങൾ വരട്ടെ, കുറച്ച് പാർപ്പിട മേഖലകൾ വരട്ടെ എന്നുള്ള രീതിയിൽ പല പല മേഖലകളായിട്ട് വേർതിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആണ്. ഇന്നോവേഷനിൽ പറയുന്നത്
നഗരങ്ങൾ വളരെയധികം ഡൈനാമിക് ആണ്, അതുപോലെ കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നഗരങ്ങൾ എപ്പോഴും ചലനാത്മകവും നിരന്തരം വികസിക്കുകയും അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പുതിയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ജനസംഖ്യാപരമായിട്ടുള്ള, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള എക്കോളജിക്കൽ ഇൻവാൻഷൻസ് ഉണ്ടാവുന്നു. അതായത് വ്യവസായങ്ങൾ, പാർപ്പിട മേഖലകളിലൊക്കെ കടന്നു കയറുന്ന പോലുള്ള പാരിസ്ഥിതിക അധിനിവേശങ്ങളിലേക്കാണ് ഇത് നയിക്കുന്നത്. അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ റെസിഡൻഷ്യൽ ഏരിയാസിലേക്കൊക്കെ മാറുന്നു. അതായത് നഗരപ്രദേശങ്ങൾ എപ്പോഴും ചലനാത്മകവും അതുപോലെ വികസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവിടെ എന്താണ്, അതൊരു ജനസംഖ്യാ വ്യതിയാനം, ഒരു പോപ്പുലേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. അതായത് ഇപ്പോൾ വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇൻക്രീസ് ആകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുന്ന എംപ്ലോയീസ് അവിടെ പാർപ്പിട മേഖലകൾ എന്നുള്ള രീതിയിൽ ഒരു സ്പേസിലേക്ക് മാറുന്നു. അവിടെ ഒരുപാട് പാർപ്പിടങ്ങൾ ഉണ്ടാവുന്നു. അത് പിന്നീട് ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അധിനിവേശത്തിലേക്കും എത്തിക്കുന്നു എന്നാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നതിൽ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെസഷൻ ആണ്. അതായത് പിന്തുടർച്ച എന്ന് പറയാം. അതായത് ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള അധിനിവേശം പൂർത്തിയാകുമ്പോൾ പിന്തുടർച്ച സംഭവിക്കുന്നു. അതായത് അവിടെ ഒരു കൂട്ടം ആളുകളോ പ്രവർത്തനങ്ങളോ മറ്റൊന്നിനെ മാറ്റി സ്ഥാപിക്കുന്നു. ഇപ്പോൾ ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഒരിക്കലും അവിടെ നിന്ന് ഇല്ലാണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഇവിടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫേം മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നഗരത്തിൻ്റെ ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തുന്നില്ല എന്നുള്ള രീതിയിലാണ്. അതായത് അത് പിന്തുടർച്ചയായിട്ട് അവിടെ എന്ത് ആക്ടിവിറ്റീസാണ് നടക്കുന്നത് അത് നടന്നുകൊണ്ടേയിരിക്കും. ഇത് ആ ഒരു അർബൻ ലാൻഡ്സ്കേപ്പിൽ ഒരു ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നു. അതായത് ഭൂപ്രകൃതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് സെസഷനിലൂടെ പറയുന്നത്.